React എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു ലൈബ്രറിയാണ് നമ്മുടെ റിയാക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്നതിനെപ്പറ്റി ആയിരിക്കും. നമ്മുടെ വരുന്ന ക്ലാസ്സിലെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിയാക്റ്റിൻ്റെ സീരീസാണ്. ഈ ഡിസംബർ മന്ത് ഫുള്ള് കാണും. നമ്മൾ പ്രോജക്റ്റൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റ് നമുക്ക് റിയാക്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, റിയാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ്. അതായത് സാധാരണ നമ്മളെങ്ങനെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്? HTML CSS ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മളൊരു ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു UI ലൈബ്രറിയാണ് നമ്മുടെ റിയാക്റ്റ്. ഇത് 2013 നമ്മുടെ ഫേസ്ബുക്കാണ് ഈ പറഞ്ഞ ലൈബ്രറി ഡെവലപ്പ് ചെയ്തത്. നമുക്ക് ഈ ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് മനോഹരമായിട്ട് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും ആംഗുലാർ റിയാക്റ്റ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. റിയാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറിയാണ്, ആംഗുലാർ ഫ്രെയിംവർക്കാണ്. ലൈബ്രറിയും ഫ്രെയിംവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് നിങ്ങൾ പോയി നോക്കിയാൽ മതി, ചാനലിലുണ്ടാകും. ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ബൂട്ട് ക്യാമ്പ് എന്നും പറഞ്ഞ് നമ്മളൊരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. ലൈബ്രറിയും ഞാൻ ഒന്ന് ചുരുക്കി പറയുമ്പം ആംഗുലാർ റിയാക്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ആംഗുലാർ ഒരു ഫ്രെയിംവർക്കാണ്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം അത് ഒരു സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മളെങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. അതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫ്രീഡം ഇല്ല. പക്ഷേ റിയാക്റ്റ് എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. റിയാക്റ്റ് ലൈബ്രറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് മീൻസ് നമുക്ക് റിയാക്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈബ്രറീസ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് പല കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്കൊരു സംഭവം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് ആംഗുലാറിലില്ല. ആംഗുലാർ പിന്നെ പഠിച്ചെടുക്കാനും റിയാക്റ്റിനെ അപേക്ഷിച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, അതിന് കാരണം റിയാക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി നോക്കാം വൈ ഈസ് റിയാക്റ്റ്, എന്തിനാണ് റിയാക്റ്റ്. ഓക്കെ, അതായത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് HTML CSS ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് റിയാക്റ്റ്. ഫസ്റ്റ് ഉള്ള പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാക്റ്റിന് ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഹ്യൂജ് ഡെവലപ്പർ കമ്മ്യൂണിറ്റി. അതായത് ഫേസ്ബുക്കാണ് ഡെവലപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഡെവലപ്പേഴ്സ് റിയാക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് റിയാക്റ്റിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അതായത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് റിയാക്റ്റിൽ പുതിയ ഫീച്ചേഴ്സ് വരും, നിലവിലുള്ള ബഗ്സ് ഫിക്സ് ആവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടക്കും, കാരണം കമ്മ്യൂണിറ്റി ഭയങ്കര വലുതാണ്. പുതിയ ഫീച്ചേഴ്സ് എല്ലാം റിയാക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിമാൻഡാണ്, ഹൈ ഡിമാൻഡാണ്. ഇപ്പം നിങ്ങൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും റിയാക്റ്റ് പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ജോബ് കിട്ടണമെങ്കിൽ. കാരണം കറണ്ട് ജോബ് മാർക്കറ്റിൽ ഹൈ ഡിമാൻഡാണ് റിയാക്റ്റ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ. ഓക്കെ, അത് ഒരു മെയിനായുള്ള പോയിൻ്റാണ്. സെക്കൻഡ്, ഈസി ടു ലേൺ. റിയാക്റ്റ് നമുക്ക് HTML CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ റിയാക്റ്റിലേക്ക് വരാനും സാധിക്കും. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും സാധിക്കും. റിയാക്റ്റും കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു വെബ്സൈറ്റ് അതായത് വെബ് ആപ്ലിക്കേഷൻ നമുക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കും, Vanilla.js അവിടെയാണ് ഈസി ടു ബിൽഡ് വരുന്നത്. Vanilla.js എന്ന് പറഞ്ഞാൽ പ്യുവർ JS. നമ്മൾ HTML CSS ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് പ്യുവറാണ്, വാനിലയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു വലിയ ലാർജ് ലെവൽ ആപ്ലിക്കേഷൻ നമുക്ക് എഴുതി ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ നമ്മൾ റിയാക്റ്റിലേക്ക് വന്നു കഴിയുമ്പം എല്ലാം നമുക്ക് കോമണൻ്റായിട്ട് തിരിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ റിയാക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വേറെ ലൈബ്രറീസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Vanilla.jsൽ നിങ്ങൾ ഒരു ടൺ കണക്കിന് ലൈൻ കോഡ് എഴുതിയാലാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണത്, നിങ്ങൾക്കറിയാമല്ലോ. Vanilla.js യൂസ് ചെയ്തിട്ടുള്ളവരാണ് അറിയാം. നമ്മുടെ ചാനലിൽ ഫുള്ളും Vanilla.jsൻ്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യുക. പ്ലേലിസ്റ്റ് ചാനലിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ
പിന്നെയുള്ളൊരു പോയിൻ്റാണ് റീയൂസബിൾ കോമ്പോണൻറ്റ്. എന്താണ് റീയൂസബിൾ കോമ്പോണൻറ്റ്? അതായത് നമ്മൾ ഫംഗ്ഷനൊക്കെ എഴുതുമ്പോൾ നമ്മൾ പിന്നെ എഴുതേണ്ട കാര്യം, നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കത് പലയിടത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിയാക്റ്റിൽ ഓരോ UI-യും ഓരോരോ കോമ്പോണൻറ്റുകളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പീസ് ഓഫ് കോഡാണ് ഒരു UI നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരിക്കൽ നമ്മളിത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോജക്റ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു കാർഡ് കോമ്പോണൻറ്റ് എനിക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാൻ പറ്റും. എൻ്റെ പ്രോജക്റ്റിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ കാർഡുകളായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റ മാപ്പ് ചെയ്തിട്ട്. അതായത് ഒരു കാർഡും കൊണ്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് നിറയെ നമ്മൾ ഓൾറെഡി ചെയ്യും. നമ്മൾ കുറേ കാർഡുകൾ, പല ഡാറ്റയിലുള്ള കാർഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് റീയൂസബിളാണ്. നമുക്ക് വാനിലയിലാണ് നമ്മൾ പോയിരുന്ന് എഴുതണം. ഒരു കാര്യം ഞാൻ പറയാം, വാനിലയിൽ നിങ്ങൾ പോയിട്ട് ഇരുന്ന് എഴുതി പിന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ HTML അടങ്ങുന്ന ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെയല്ല, നമ്മൾക്ക് ഇത് നമ്മുടെ പ്രോജക്റ്റിൽ എവിടെ വേണമെങ്കിലും ഈ കോമ്പോണൻറ്റിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ള പോയിൻ്റാണ് വെർച്വൽ ഡോം. ഏറ്റവും മെയിനായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കും, അതുപോലെ മേളിൽ ബട്ടണിൽ കാണിക്കും. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക. നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വെർച്വൽ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, അത് നമ്മുടെ റിയൽ ഡോം ഉണ്ടല്ലോ, അതായത് നമ്മുടെ റിയൽ ഡോമിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതായത് റിയാക്റ്റിൻ്റെ മെമ്മറിയിൽ നമ്മുടെ റിയൽ ഡോമിൻ്റെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. റിയാക്റ്റിൽ ഒരു സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, UI-യിൽ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ എന്ത് സ്റ്റേറ്റ് ആണോ ചേഞ്ച് ആയത് അതിൻ്റെ ഡിഫറൻസ് ഇത് ട്രാക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ റിയാക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ റിയൽ ഡോമും അതിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള കയ്യിൽ വെച്ചിരിക്കുന്ന വെർച്വൽ ഡോമും കൂടിയും റിയാക്റ്റ് താരതമ്യം ചെയ്യും. കമ്പയർ ചെയ്തിട്ട് എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ നമ്മുടെ ചേഞ്ച് ആയത്, ഓക്കെ ഈ ഒരു ബട്ടൺ മാത്രമാണ് ചേഞ്ച് ആയെങ്കിൽ ആ ബട്ടൻ്റെ അവിടെ ആ ഒരു പോർഷൻ മാത്രം റീറെൻഡർ ചെയ്യും. ഓക്കെ, അങ്ങനെ റീറെൻഡർ ചെയ്ത് അപ്ഡേറ്റ് ആകും. അതായത് നമുക്ക് ഡൈനാമിക് ആയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ നടക്കുന്നത് എൻ്റയർ വെബ്സൈറ്റ് റീറെൻഡർ ചെയ്യുന്നു. എൻ്റയർ വെബ്സൈറ്റ് ഒരു ചെറിയ ചേഞ്ചസ് വന്നാലും എൻ്റയർ വെബ്സൈറ്റ് റീറെൻഡർ ചെയ്യും ഡോമിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആകും. ഓക്കെ, പക്ഷേ റിയാക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പെർഫോമൻസ് സ്പീഡുമാണ്. അത് കിട്ടാനുള്ള കാരണം വെർച്വൽ ഡോം എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML CSS കോമ്പോണൻസുകളെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അപ്ഡേറ്റ്, ഡിലീറ്റ്, അതുപോലെ തന്നെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിൽ നമ്മൾ പറയുന്നത്. ഞാൻ ചെറിയൊരു ഡിസ്കഷനാണ് പറഞ്ഞത്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാർട്ടൊക്കെ വരച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോം ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്, എന്നിട്ട് അത് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് റിയാക്റ്റ് പ്രവർത്തിക്കുന്നത് വെർച്വൽ ഡോം കോൺസെപ്റ്റിൽ. അപ്പോൾ റിയാക്റ്റ് ഭയങ്കര സ്പീഡായിരിക്കും, പെർഫോമൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് JSX എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ, റിയാക്റ്റിൽ ഇത് ശരിക്കും പറഞ്ഞാൽ HTML അല്ല, ഇത് കാണാൻ HTML പോലെയാണ്, പക്ഷേ ഇതൊരു ഫോർമാറ്റാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് XML എന്ന് പറയുന്നൊരു ഫോർമാറ്റാണ്. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ നമ്മുടെ UI എലമെൻറ്റ്സ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അതായത് റിട്ടേൺഡ് അകത്ത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. ക്ലാസ് കോമ്പോണൻസിൻ്റെ ആണ് റെൻഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്, അതിൻ്റെ ഉള്ളിൽ റിട്ടേൺഡ് അകത്തായിരിക്കും നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു HTML പോലെ ഇരിക്കുന്ന സിൻടാക്സ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഈ ഒരു ബ്ലോക്കുകൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഡീമെറിറ്റായിട്ട് ഞാൻ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ HTML CSS അറിയാത്ത ഒരാൾക്ക് റിയാക്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും JSX കോൺസെപ്റ്റൊക്കെ കാണുമ്പോൾ. അതാണ് ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, റിയാക്റ്റ് വേഴ്സസ് നേറ്റീവ്. എന്താണ് റിയാക്റ്റും നേറ്റീവും തമ്മിലുള്ള വ്യത്യാസം? റിയാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തത്, അതുപോലെ തന്നെ റിയാക്റ്റ് നേറ്റീവും ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തതാണ്, രണ്ടും ഒരു കുടുംബക്കാരാണ്. ഓക്കെ, റിയാക്റ്റ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വെബ് ആപ്ലിക്കേഷൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. വെബ്സൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല,
റിയാക്റ്റിൽ ആക്ച്വലി നമുക്ക് റിയാക്റ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ മറന്നുപോയി. റിയാക്റ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ വെർച്വൽ ഡോം കോൺസെപ്റ്റും അതുകൊണ്ട് തന്നെ റിയാക്റ്റ് ഭയങ്കര സ്പീഡാണ്. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ മാത്രമേ അത് റെൻഡർ ചെയ്യുള്ളൂ, റെൻഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൻ്റെ ഫീല് നമുക്ക് കിട്ടും റിയാക്റ്റ് വെച്ചിട്ട് നമ്മൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് അത് വെബ് ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല പ്രോഗ്രസീവ് വെബ് ആപ്പ് ഉണ്ട്. അതായത് ശരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ പോലെ തന്നെ വർക്ക് ചെയ്യും. നമുക്ക് റിയാക്റ്റ് ഉപയോഗിച്ച് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മേളിലുള്ള ഈ സ്റ്റാറ്റസ് ബാറൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പം നമുക്കിത് നോക്കാം. നേറ്റീവ്. അപ്പം റിയാക്റ്റ് വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നേറ്റീവ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്റ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കാണ്. ഓക്കെ, അതായത് ഇവിടെ വെബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ HTML ടൈപ്പ് സിൻടാക്സ് ആകുമ്പം റിയാക്റ്റ് നേറ്റീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നേറ്റീവ് സിൻടാക്സുകളാണ്. UI കോമ്പോണൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ബട്ടൺ വ്യൂ, ഇമേജ് ടെസ്റ്റ് ഇൻപുട്ട്, ഇമേജ് ബാക്ക്ഗ്രൗണ്ട്, ടച്ചബിൾ ഹൈലൈറ്റ്, അങ്ങനെ കുറേ കോമ്പോണൻസുകളുണ്ട്. അതായത് നേറ്റീവ് കോമ്പോണൻസുകൾ. അതായത് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് iOS അതിൻ്റെ നേറ്റീവ് വേയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ കോമ്പോണൻസുകളാണ്. അല്ലാതെ ഡിവും അതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് HTML ടൈപ്പ് സിൻടാക്സുകളല്ല, നേറ്റീവ് കോമ്പോണൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഡിവിന് പകരം നമ്മൾ വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ റിയാക്റ്റ് നേറ്റീവിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ റിയാക്റ്റ് നേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൽ ഡെവലപ്പ് ചെയ്യാം, iOSൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വെബിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിയാക്റ്റ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ജാവാസ്ക്രിപ്റ്റ്, HTML, CSS അറിയാവുന്ന ഒരാൾക്ക് 3 പ്ലാറ്റ്ഫോമിലും ക്രോസ് പ്ലാറ്റ്ഫോമിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷനുകൾ. അത് റിയാക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഷനായിട്ട് ഞാൻ പറയണത് നമ്മുടെ പുതിയ സീരീസാണ്. ഞാനിത് ഇപ്പം സമയം ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. എത്രത്തോളം നന്നായെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ നിങ്ങൾ റിയാക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു 24 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റിലുണ്ട്, താഴെ കാണിക്കും. അത് നിങ്ങൾ പോയി കാണുക, ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി HTML, CSS അറിയാമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു 12 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ റിയാക്റ്റിലേക്ക് വരാം. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ കാണേണ്ടത് നമ്മുടെ വെർച്വൽ ഡോമിൻ്റെ വീഡിയോയാണ്. അതിൽ നമ്മൾ വെർച്വൽ ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡലിനെ പറ്റി നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. അല്ലാതെ ഈ വീഡിയോയിൽ നമ്മൾ ഡോമിനെ പറ്റി പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടരുത്. ആ വീഡിയോ പോയി കാണുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇടുക. നമ്മൾ തുടർന്നുള്ള ദിവസം നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വരും. നമ്മൾ ഡിസംബറിൽ പുതിയൊരു തുടക്കമാണ് റിയാക്റ്റ് സീരീസിന്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 1K അടിച്ചിട്ടില്ല, പക്ഷേ ഡിസംബറിൽ നമ്മൾ അടിക്കണം 1K. അതുപോലെ തന്നെ നമുക്ക് 4000 മണിക്കൂർ കിട്ടണം, 2000 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.